ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം അരുവിക്കരയിലും കൊല്ലം കരുനാഗപ്പള്ളിയിലും ഇടക്കൊച്ചിയിലും കോട്ടയത്തും കള്ളവോട്ട് ആരോപണം ഉയർന്നു. വോട്ടെടുപ്പ് നടന്ന 7 ജില്ലകളിൽ നിന്ന് സമഗ്ര വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കൊല്ലത്ത് നിന്ന് മനീഷ് മഹിബാൽ, പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ആലപ്പുഴയിൽ നിന്ന് അശ്വൻ പാലാഴി, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ. എല്ലാവർക്കും സ്വാഗതം പ്രൈം ടൈമിലേക്ക്. ഗുഡ് ഈവനിങ്. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് റിനു ശ്രീധർ ചേരുന്നു. റിനു, എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരം? തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് പൊതുവെ എങ്കിൽ പോലും സമാധാനപരമായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ വഞ്ചൂർ വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പിനിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. LDF അതുപോലെ തന്നെ BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ചെയ്യാൻ എത്തി, ഇവർ കള്ളവോട്ട് ചെയ്യാൻ എത്തിയെന്ന് BJP ആരോപിക്കുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് കലാശിക്കുന്നത്. പോലീസിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ വോട്ടർ പട്ടികയിൽ ഇവർക്ക് പേരുണ്ട് എന്നുള്ളത് തെളിയുകയും ചെയ്തിട്ടുണ്ട്. തെറ്റുപറ്റിയതാണെന്ന് BJP സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. 70% വോട്ട് തിരുവനന്തപുരം ജില്ലയിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. 70.02% തിരുവനന്തപുരം ജില്ലയിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ 56.72% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയിലേക്ക്, അതായത് മുനിസിപ്പാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 68, നെടുമങ്ങാട് 70, വർക്കല 66, നെയ്യാറ്റിൻകര 69 ഇങ്ങനെയാണ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അന്തിമ കണക്കല്ല. അന്തിമ കണക്ക് 9 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നിരവധി VIP വോട്ടർമാർ ഉണ്ടായിരുന്നു. മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്താണ് വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം വഴയിലയിൽ ഒരു CPM നേതാവിൻ്റെ സഹോദരൻ കള്ള വോട്ട് ചെയ്യാൻ ശ്രമിച്ച് തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മറ്റ് എല്ലാ രീതിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൊതുവെ സമാധാനപരമായിരുന്നു തിരുവനന്തപുരം ജില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.